പുതിയ ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ നടക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ശബ്ദരേഖ പുറത്തു വന്ന അനിമോന്റേത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. മറ്റ് ബാർ ഉടമകളുടെയും മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കും. ഷഫീദ് റാവുത്ത് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതലാണ് ഈ കേസിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അന്വേഷണ രീതി, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മനസ്സിലാക്കാനുള്ളത്? പ്രജിൻ, സർക്കാരിനെ വെട്ടിലാക്കിയ പുതിയ ബാർക്കോഴ ആരോപണത്തിന് പിന്നാലെ മന്ത്രി എം ബി രാജേഷിന്റെ പരാതിയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തീരുമാനിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ നാളെ മുതൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ കേസെടുത്തുള്ള അന്വേഷണം ആയിരിക്കില്ല. പ്രാഥമിക അന്വേഷണത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഈ ആരോപണത്തിന് തിരികൊളുത്തിയ ശബ്ദരേഖയുടെ ഉടമയായിട്ടുള്ള അനിമോന്റെ മൊഴിയായിരിക്കും ആദ്യം എടുക്കുക. ആദ്യഘട്ടത്തിൽ അനിമോൻ പറഞ്ഞത് മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അനിമോൻ ഈ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വീണ്ടും ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ പറയുന്നത് സംഘടനയുടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കെട്ടിടത്തിനും സ്ഥലത്തിനുമായി പണപ്പിരിവിനാണ് താൻ നിർദ്ദേശിച്ചത് എന്നുള്ളത് മലക്കം പറയുന്ന ഒരു നിലപാട് ഇന്നലെ അനിമോന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നാളെ മുതൽ നടത്താൻ, അതല്ലെങ്കിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നാളെ മുതൽ ആരംഭിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ശബ്ദരേഖയ്ക്ക് പിന്നിലെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. സർക്കാരിനെ അട്ടിമറിക്കാനടക്കം നീക്കം നടക്കുന്നു എന്നുള്ള വിലയിരുത്തലിലാണ് ഇക്കാര്യത്തിൽ സർക്കാരും അതേപോലെ തന്നെ സിപിഐഎമ്മും ഉള്ളത്. ശബ്ദരേഖയിൽ പറയും പോലെ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈമാറിയോ, പ്രത്യേകിച്ച് സംഘടനാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പറഞ്ഞത് സംഘടനയുടെ പേരിൽ പിരിക്കുന്ന ഓരോ പണപ്പിരിവും അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, അതായത് സർക്കാരിന്റെ വരാൻ പോകുന്ന ഒരു നയം, ആ നയത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി അന്വേഷിക്കുക. ഏതായാലും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടും. അത് സർക്കാരിന്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് തൃപ്തരല്ല എന്ന് പ്രതിപക്ഷവും ഇതിനോടകം തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി UDF കൺവീനറായിട്ടുള്ള MM ഹസൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.